അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സുകാർക്ക് ലിസാനിൽ നിന്നും പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം സിൽ ബിൽ മുനാസിബി, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് കാന, ഔ, വാജിബത്തുൻ, മുസ്ലിമൂന, ഇന്ന, വ, സലാത്ത. ഒന്നാമത്തെ ചോദ്യം യസൂമു ഫീഹി ഡാഷ് വ മുസ്ലിമാത്തു. ഉത്തരം അൽ മുസ്ലിമൂന. നെക്സ്റ്റ് ചോദ്യം ഇന്ന ഡാഷ് വാജിബത്തുൻ. ഉത്തരം അസ്സലാത്ത. അടുത്ത ചോദ്യം ഡാഷ് തിഫ്ലു മുബ്തസിമൻ. ഉത്തരം കാന തിഫ്ലു മുബ്തസിമൻ. ചോദ്യം 4 അകൽതു യൗമൻ ഖുബ്സ ഡാഷ് ലഹ്മ. ഉത്തരം വല്ലഹമ. ചോദ്യം 5 ഉൻസുർ അഖാക ളാലിമൻ ഡാഷ് മളലൂമൻ. ഉത്തരം ഔ മളലൂമൻ. രണ്ടാമത്തെ പ്രവർത്തനം ലൗ അലാമത്ത സഹീർ. ശരിയായ ഉത്തരങ്ങൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താനാണ്. 1 മാലി മജ്ഹൂൽ. മാലി മജ്ഹൂലായ ഫെയില ചോദിച്ചിട്ടുള്ളത്. ഇവിടെ യസ്മഉ കുത്തില ലറബ എന്ന് തന്നിട്ടുണ്ട്. ഉത്തരം കുത്തില. രണ്ടാമത്തെ ചോദ്യം ഇദ ഷംസു. ബാക്കി തന്നിട്ടില്ല. അസ്സയ്യാറത്തു അൽ ഖമറു കൂവിറത്ത്. ഉത്തരം കൂവിറത്ത്. മൂന്നാമത്തേത് യുനസ്സിലുല്ലാഹു അൽ മത്തറ അൽ മത്തരി അൽ മത്തറു. ഉത്തരം അൽ മത്തറ. നാലാമത്തേത് ലറബൽ വാലിദു അബീഹി വലദഹു ഉമ്മിഹി. ഉത്തരം വലദഹു. അഞ്ചാമത്തേത് ലർഫു സമാനി ഖൽഫ ഇൻദ ബുക്റത്തൻ. ഉത്തരം ബുക്റത്തൻ. മൂന്നാമത്തെ പ്രവർത്തനം ഉക്തുബിൽ അദദ്, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം അൽ ഹുറൂഫുൻ നാസിബത്ത് ലിൽ മുളാരിഇ ഡാഷ്. ഉത്തരം അർബഅത്തുൻ. ചോദ്യം 2 അൽ ലമാഇറു മുൻഫസിലത്തു ഡാഷ്. ഉത്തരം അർബഅത അശറ. മൂന്നാമത്തെ ചോദ്യം അൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരിഅ ഡാഷ്. ഉത്തരം ഖംസത്തുൻ. ചോദ്യം 4 ഹുറൂഫുൽ അത്ഫി ഡാഷ്. എത്ര എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 10 എണ്ണം അഥവാ അശറത്തുൻ. അഞ്ചാമത്തെ ചോദ്യം നൗഉൽ ലറഫി ഡാഷ്. ഉത്തരം ഇസ്നാനി. നാലാമത്തെ പ്രവർത്തനം ഇൽബിത് ബിൽ അഷ്കാലി. ഹർക്കത്തുകൾ നൽകിയിട്ട് എഴുതാനാണ്. ഇവിടെ ഹർക്കത്തുകൾ ഇല്ലാതെയാണ് തന്നിട്ടുള്ളത്. നിങ്ങളത് ഹർക്കത്തോടെ ഈ ഭാഗത്ത് എഴുതി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് എന്തായിരിക്കും? ഫസ്റ്റത്തേത് ദഹബത്തു, പിന്നെ ഇലാ ബൈത്തി, പിന്നെ ഉസ്താദി. അത് നിങ്ങൾ ഈ ഭാഗത്ത് എഴുതി കൊടുക്കുക. ദഹബത്തു ഇലാ ബൈത്തിൽ ഉസ്താദി. രണ്ടാമത്തേത് അക്കലിത്തു സമക്കത്ത ഹത്ത റഅസിഹ. അക്കൽത്തു സമക്കത്ത ഹത്ത റഅസിഹ. മൂന്നാമത്തേത് ലൈസൽ അംറു സഹ്ലൻ. ലൈസൽ അംറു സഹ്ലൻ. ഒരർക്കത്തും തെറ്റരുത്. അർക്കത്ത് തെറ്റിയ ആ ഒരു മുഴുവൻ ഉത്തരവും തെറ്റുന്നതാണ്. അഞ്ചാമത്തെ പ്രവർത്തനം തർജിം, അർത്ഥമാക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം അവലം ഉറൂസൻ ഹുബല്ലി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥം റസൂലിൻ്റെ ചര്യയെ ഇഷ്ടപ്പെടുന്നതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി. ഇനി രണ്ടാമത്തേത് ഖുലിക്കൽ ഇൻസാനു ലഈഫൻ. മനുഷ്യനെ ബലീനനായി സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു. മൂന്നാമത്തേത് കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആവുക.
ആറാമത്തെ പ്രവർത്തനമാണ് തമ്മീം അഥവാ പൂരിപ്പിക്കാൻ. ഒന്നാൽ മഫ്ഊലു ഫിഹി ഇസ്മു യദുല്ലു അല ഡാഷ് വുഖൂൽ ഫിഇലി ഔ ഡാഷ് എന്നാണ് ഉത്തരം. അൽ മഫ്ഊലു ഫിഹി ഇസ്മു യദുല്ലു അല അവിടെ സമാനി എന്നാണ്. വുഖൂൽ ഫിഇലി ഔ അവിടെ മക്കാനിഹി ഇനി രണ്ടാമത്തേത് ജംഉൽ മുദക്കിർ സാലിമു യുജറു ഡാഷ് ഉത്തരം ബിൽ യാഇ അൽ മക്സൂറത്തി മാ ഖബ്ലഹ. ഏഴാമത്തെ പ്രവർത്തനം അദീബ് അറബിയാക്കാനാണ്. ഒന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു. ഉത്തരം അന ദാരിസുൻ ഫി സൊഫി സാബിർ. രണ്ടാമത്തേത് അള്ളാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടുന്നു. ഉത്തരം യുഹിബുല്ലാഹ മുഖലിസീൻ. രണ്ടാമത്തേത് മുസ്ലിംകൾ 1 മാസം നോമ്പനുഷ്ഠിക്കുന്നു. ഉത്തരം യസൂമു മുസ്ലിമൂന ഷഹ്റൻ. നാലാമത്തേത് മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. ഉത്തരം അഫറഹു മാ ദാഹ അൽ മത്തറു നാസിലൻ. എട്ടാമത്തെ പ്രവർത്തനം ഉക്തുബു മഅന വാക്കുകളുടെ അർത്ഥം എഴുതാനാണ്. റത്തുക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടിപ്പിടിച്ചത് എന്നാണ് റത്തുക്കുൻ എന്ന് വെച്ചാൽ. ഇനി അടുത്തത് സറക്കുൻ എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം എന്നാണ്. അടുത്തത് സ്വദീഖുൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. അടുത്തത് മുഷാത്തുൻ കാൽനടക്കാർ. പിന്നെ ഇബിലുൻ ഉത്തരം ഒട്ടകം. ഇതുപോലത്തെ ഒരുപാട് ഉപകാരപ്രദമായ ചോദ്യപേപ്പറുകൾ മറ്റ് വിഷയത്തിൻ്റെയും പരീക്ഷ കഴിഞ്ഞ പാടെ അതിൻ്റെ ആൻസർ കീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.